ഗീവ് അവേ നമുക്കങ്ങോട്ട് അനൗൺസ് ചെയ്യാം. ഇന്ന് കഴിഞ്ഞൊരു 3-4 ദിവസം ഞാൻ ലൈവ് വരാതിരുന്ന ദിവസങ്ങളിൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ KGF കാണുകയായിരുന്നു. എനിക്ക് ശേഷം റോക്കി ബായ് ആവണം. അതാണ് ഇപ്പം എൻ്റെ പുതിയ ആഗ്രഹം. ശരിയാണ് സാർ, ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ഡയലോഗുകളൊക്കെ കാണാൻ പഠിച്ചു. ശക്തിയില്ലാത്തവരായിരുന്നു. മരണം ഞങ്ങളുടെ മുമ്പിൽ ചുവട് വെച്ചാടി. പക്ഷേ മാരിയമ്മന്റെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ശത്രുവിന്റെ കഴുത്തറത്തില്ലേ എന്ന് കൺകളിൽ വിരി മോംകാരതി കുണ്ടനെ. ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞൂടാ ആ പടം ഞാൻ എത്ര കണ്ടിട്ടും എനിക്കതിൻ്റെ പുതുമ പോണില്ല. സത്യം പറയാലോ. സാധാരണ നമ്മൾ കണ്ട പടം റിപ്പീറ്റ് അടിക്കുമ്പോൾ ചില സീൻസൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. ഇതിനി സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. എൻ്റെ അളിയോ എന്തൊരു കിടിലോന്നറിയോ എൻ്റെ അമ്മോ. ശരിക്കും പറയാൻ കിഡിൽ എത്ര കണ്ടാലും അതിൻ്റെ ആ റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ. അളിയ കാണാതിരിക്കാൻ എനിക്ക് പറ്റണില്ല അത് കാണാതിരിക്കാൻ. അണ്ണാ സെക്ടർ 3 ഞാൻ സേഫായിട്ട് നോക്കിയിട്ടുണ്ട്. വല്ലുവൈനർ ബാലനെ ഞാൻ സെക്ടർ 3 ഏൽപ്പിച്ചിരിക്കുകയാണ്. ബോബാണ് സെക്ടർ 1. വൈറ്റ് ലൈൻ്റെ അവിടെ സെക്യൂരിറ്റി നമുക്ക് കൂട്ടണം. വൈറ്റ് ലൈൻ്റെ അവിടെ നിന്ന് വില്ലം ബ്രോ ലൈവും കണ്ടോണ്ടിരിക്കരുത്. വൈറ്റ് ലൈൻ്റെ അവിടെ നിന്ന് നമുക്ക് സെക്യൂരിറ്റി വേണ്ടെന്നാണ്, അറിയാലോ. നമ്മൾ അതുകൊണ്ട് എന്തിന്റെ കാര്യത്തിലാണെന്നോട് പറഞ്ഞില്ല. എന്ത് ഗുണ്ടബിനു എവിടെ? ബ്രോ താങ്ക് യു സോ മച്ച് ഫോർട്ടി. ഗുണ്ടബിനോട് ഉണ്ട്. വില്ലത്തിയെ കാണിക്കേ. വില്ല എല്ലാം ഇവിടെ AD7 ദാ ഇരിക്കുന്നു. ബാബു സേട്ട് KGF പണിയാൻ വെച്ചിട്ടുണ്ടെന്ന്. എടാ ഞാനിപ്പോ ഫുള്ള് നമ്മൾ അങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ KGF-ലായി മാറി, മനസ്സിലായ? KGF റോക്കി ബായ് ആയി മാറി നമ്മളിപ്പോ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാം വീട്ടിലൊന്നും പോണില്ലേന്നോ? എടാ എന്താ വില്ലം ബ്രോ ഇവിടെ നിന്നിട്ട് നിനക്ക് പറ്റണില്ലേ? നിനക്ക് അങ്ങനെ ഒരു കമന്റ് വന്നില്ലല്ലോ. സത്യമായിട്ട് വില്ലം ബ്രോ ഇത് കേട്ടാ ലോസ്റ്റ് ഡീ സോറോ നീ ടൈപ്പ് ചെയ്തിട്ടല്ലോ. ഇത് സത്യമായിട്ടല്ല ഗൈസ്, അങ്ങനെ പറയരുത്. ഞാനായിട്ട് പുള്ളി ഇവിടെ ഇറക്കി വിടാനുള്ള മടി കൊണ്ട് ഞാൻ തന്നെ ഇട്ടതാണെന്നുള്ളൊരു ഒരു പൊതുവെ ഒരു സംസാരം അങ്ങനെ വരുന്നുണ്ട്. ഈ നമ്മുടെ ഗീവ് അവേ നമുക്കങ്ങോട്ട് അനൗൺസ് ചെയ്യാം. സോ നമ്മൾ കുറേ നാളായി ഒരു ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ട്. അപ്പം ഞാൻ അങ്ങനെ പ്രൊമോഷനും ഗീവ് അവേസും ഒന്നും അങ്ങനെ അധികം ബ്രാൻഡ്സിൻ്റെ ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പം നമ്മൾ ഗീവ് അവേ കൊടുക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ഗെയിമിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് ആ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലത്തെ ഒരു ഗീവ് അവേ ആയിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഒരു ഗെയിമേഴ്സിനെന്ന് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുക, ബാക്കി ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഗെയിമിംഗ് PC ഞാൻ അങ്ങ് ഗീവ് അവേ കൊടുക്കാൻ പോണു. ആൻഡ് വി ആർ ഗീവ് അവേയിങ് ഒരു കിടിലൻ ഗെയിമിംഗ് PC ആയിരിക്കും. ഒത്തിരി ലോ സ്പെക്കും അല്ല, ഒത്തിരി ഹൈ സ്പെക്കും അല്ല. ലൈക്ക് ട്രിവാൻഡ്രത്തുള്ള സ്മാർട്ട് ടെക് എന്ന് പറഞ്ഞിട്ട് അവർ ആക്ച്വലി തുടങ്ങി ഒരു വലിയ ഇതായിട്ടൊന്നും വരുന്നതല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കിന് നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇതാക്കിയതാണ്. അവർക്ക് ലൈക്ക് അവർ ഈ ഒരു ഇതിലോട്ട് പുതിയതാണ് ആക്ച്വലി. സോ നല്ലൊരു ഗെയിമിംഗ് PC ആണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ ഒരു നല്ലൊരു ഗെയിമിംഗ് PC ഫ്രഷ് എന്ന്. എടാ നമ്മൾ ഗെയിമേഴ്സ് പിന്നെ എന്താണ് ഉപകാരമുള്ള സാധനം കൊടുക്കണ്ടേ? ഞാൻ ഷെഡിയും കോണവും കൊടുക്കണോ ഞാൻ? ഗെയിമറായിട്ടുള്ള ഞാൻ പിന്നെ എന്ത് കൊടുക്കണം? നല്ലൊരു PC കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തെ സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കടയായിട്ടാണ്. ബ്രൈറ്റ് ഫോക്സ് ഓൾറെഡി നമ്മുടെ എലി ഓൾറെഡി അവരുടെ വഴി ഒരു ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് PC എടുത്തതും. അപ്പം നമുക്കും അവിടുന്ന് ഒരു ഗീവ് അവേക്ക് ഒരു PC തരുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേ ഞാൻ അടുത്ത ദിവസം അനൗൺസ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ഗീവ് അവേയുടെ വലിയ റൂൾസൊന്നും അങ്ങനെയൊന്നും ഇല്ല. അവരെ ഫോളോ ചെയ്യണം, അങ്ങനത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ വലുതായിട്ട് റൂൾസ് ഒന്നുമില്ല. സോ നിങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ഒരു 3060 ഒരു ബിൽഡായിരിക്കും. 3060 കാർഡ് വരുന്ന അത്യാവശ്യം നല്ലൊരു ബിൽഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കറണ്ട് ബില്ല് എന്നെ കൊണ്ടൊന്നും പറയരുത് നീയൊന്നും കേട്ടാ.
നീയൊന്നും സത്യമായിട്ട് എന്റെ വായിന്ന് കേൾക്കും. നീയൊക്കെ നിനക്കൊക്കെ കറണ്ട് ബില്ലും നിന്നെ പോറ്റുന്നതും ജീവിതം മൊത്തം പോറ്റുന്നതും എല്ലാം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ എല്ലാം ഏറ്റെടുക്കാടാ. കറണ്ട് ബില്ല് അടച്ചു തരണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊന്നും വേണ്ട, പങ്കെടുക്കരുത്. ഗീവ് അവേയിൽ പങ്കെടുക്കരുത്. കാർ മേടിച്ച് നിനക്ക് കാറും ഗീവ് അവേ എന്നിട്ട് നീ പെട്രോളും അടിച്ചു തരാം നിനക്ക്. എല്ലാത്തിനും വല്ലാത്ത പ്രശ്നമാണ്. എടാ മോനെ, നീ എൻ്റെ കടലിൽ പോയ സ്വർണം വിറ്റില്ലേ PC-ന്നോ? റോക്കി 40 രൂപയായിട്ട് റോക്കിയൊക്കെ ഇവിടെ വരുമോ? ഈ 40 രൂപ ഇത് ഫേക്ക് റോക്കിയാണ്. ഒറിജിനൽ റോക്കി ആയിരുന്നു ഒരു 10,000 തന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത്. അന്നേരം ഞാൻ അത് പറഞ്ഞേ. ഈ റോക്കി ഞാൻ ഇഗ്നോർ ചെയ്യണേ. താങ്ക് യു സോ മച്ച്. പോട്ടി PC എനിക്കാണ്, വേറെ ആരും നോക്കിയിരിക്കേണ്ട തരത്തില്ല. ആനന്ദ്, എടാ നീ ഇവിടെ എൻ്റെ എല്ലാ ലൈവിലും സൂപ്പർ ചാറ്റ് ചെയ്യുന്ന പൈസ നീ 2 മാസം സേവ് ചെയ്താൽ മതിയല്ലോ നിനക്കൊരു PC മേടിക്കാൻ. PC എടുക്കാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. PC വേണ്ട, ബസ് മതിയൊന്നു. അയ്യോ, എല്ലാം തരാം, എല്ലാത്തിനും എല്ലാം തരാം. റിബൽ എന്താ പറഞ്ഞ? സുഖിയൻ ബുക്കാട്ടി. അപ്പൊ നിനക്ക് തന്നെ കിട്ടും. ജെട്ടി ഇടാണ്ട് കൊട്ട തൂങ്ങി ഇരിക്കുമല്ലോ നിന്റെ. റിബല് എന്താടാ റിബലെ, എന്ത് പറ്റി? ഞാൻ മിസ്സായ ഏതോ ഒരു എന്താ നെഗറ്റീവ് കമന്റ് അവൻ കണ്ടുപിടിച്ചു കേട്ടോ. റിബല് കണ്ടുപിടിച്ചു. റിബല് ആവാൻ വേണ്ടി അതല്ലേ ഞാൻ ഒരു ചോദിച്ചു ഗീവ് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവൻ പറയണ അണ്ണന്റെ ജെട്ടി എന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. അവന് ജെട്ടിയുടെ അവന്റെ കൊട്ട തൂങ്ങിയിരിക്കുക, അവന് ജെട്ടി അവന് കിട്ടും പറഞ്ഞത്. എന്തിനു പറയാ കാര്യമായിട്ടൊന്ന് ചോദിക്കും. എന്റെ പൊന്നു എടാ, ഗീവ് ഒരു PC ആണടാ. 3060 കാർഡൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു PC ഇതാണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത്. കമന്റ് ഇടാനാ? ഓഹോ, 2 അക്കൗണ്ട് എടുക്കണം. ഒരു 10 അക്കൗണ്ട് എടുക്കാനുള്ള ഇതിലാണ്. എന്ത് പറഞ്ഞടാ ഗീവ് അവേ? PC ആണ് ജോക്കി. PC-യോ? ഓ യെസ്. ആരൊക്കെ കൂടെ? ജോക്കിയുടെ PC-ലാണ് വരുന്നത്. ആരൊക്കെ കൂടെ? ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണേ. എന്താ മറ്റേ എറണാകുളത്ത് അല്ലെ ട്രിവാൻഡ്രത്ത് സ്മാർട്ട് ടെക്. അന്ന് നീ പറഞ്ഞത്. അതെ. സോ അപ്പൊ നമുക്ക് ഇവന്റെ മോണ്ടേജ് കണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. ഇവന്റെ മോണ്ടേജ് കണ്ട് അങ്ങ് തുടങ്ങാം. സ്നൈപ്പിന്റെ മോണ്ടേജ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. ലൈക്ക് അടിക്കാതൊക്കെ ലൈക്ക് അടിക്കണേ ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കണേ. എല്ലാവർക്കും വെൽക്കം. മൈക്കുള്ളതുണ്ട്. വില്ലംബ്രോ സെറ്റ് ചെയ്ത് തരും. വില്ലംബ്രോട് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താടാ ബാലൻ പോയാ? ബാലൻ പോയി.